ഇന്ന് നമ്മൾ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് റെഡിയാക്കുന്നത്. നമുക്ക് തീരെ സമയമില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മടി പിടിച്ചിരുന്ന് എന്താ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മസാല ചോറും അതുപോലെ തന്നെ സോയ ചങ്ക്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രൈ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല ചോറ് ഞാനൊരു പ്രഷർ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുക്കർ അല്ലെങ്കിൽ സാധാരണ പാനിലും ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ 2 പീസ് പട്ട, 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചെടുക്കണം. പട്ട ഗ്രാമ്പൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം കുക്കറിലിട്ട് വിസിലടിക്കുന്ന സമയത്ത് ഭയങ്കര എരിവ് ചിലപ്പോൾ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള കുറച്ച് നീളത്തിൽ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ സവാള തന്നെ മതിയാകും. നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം. ഈ സമയത്ത് ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ ഈ ചോറിലേക്കുള്ളത് മാത്രം മതി. കാരണം ചിക്കനോ ബീഫോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒരിക്കലും കൂടി പോവരുത്. ഇഞ്ചി വെളുത്തുള്ളി നല്ല പച്ചമണം മാറി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്നങ്ങ് വെന്തുടഞ്ഞു വന്നോട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിൻ്റെ അളവ് കൂടുതൽ എന്തായാലും വേണ്ട. ഇനി നമ്മളെ കയ്യിൽ കബ്സ മസാല അല്ലെങ്കിൽ മജ്ബൂസ് മസാല, മന്തി മസാല അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള ഏതെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ആളുകളുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി, ഒരിത്തിരി കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒരിത്തിരി മുളക് പൊടിയുടെ അളവ് കൂടുതൽ എടുത്താലും മതി. അതുപോലെ തന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വേണമെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ചിക്കൻ മസാല അതുപോലെ തന്നെ അല്ലെങ്കിൽ കബ്സ മസാല ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടും ഈ ഒരു ചോറ് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുകൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കുറച്ചൊരു ഫ്ലേവർ കിട്ടുന്നു മാത്രം. അതുപോലെ തന്നെ നമ്മൾ കബ്സയ്ക്കൊക്കെ വേണ്ടി എടുക്കുന്ന ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ, ഡ്രൈ ലെമൺ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതും കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ഇനി പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളിവിടെ 2 കപ്പ് ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3.25 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതായത് 1 കപ്പ് ബസ്മതി അരിക്ക് 1.5 കപ്പ് അളവിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബസ്മതി അരി കുതിർക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുതിർത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1 കപ്പിന് 1.5 കപ്പ് തന്നെ വെള്ളം മതിയാകും. അപ്പോൾ ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം നോക്കിയിട്ട്. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ മല്ലിയിലൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയില വളരെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ചെറിയ പീസ് പുതിനയില കൂടെ ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടുതലൊന്നും വേണ്ട. ഇങ്ങനെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. പിന്നെ ബസ്മതി അരി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സെല്ല ഒക്കെ പോലത്തെ ബസ്മതി അരി ഉണ്ടല്ലോ, അതായത് നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരിൻ്റെ കളർ വരുന്ന ബസ്മതി അരി, അതാണെങ്കിൽ കുതിർത്തിട്ട് തന്നെ എടുക്കണം കേട്ടോ, അല്ലാതെ നമുക്ക് വെന്ത് കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ പച്ചരി പോലെയൊക്കെ തോന്നുന്ന ഫ്രൈഡ് റൈസിനൊക്കെ വാങ്ങിക്കുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ, ആ റൈസാണ്. അപ്പോൾ ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് കുതിർത്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുഴഞ്ഞ രീതിയിലൊക്കെ വരും. അങ്ങനെ കുതിർത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കഴുകി ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ആ വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു കറക്റ്റിൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ചോറ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ചോറായതുകൊണ്ട് തന്നെയാണ് ബസ്മതി റൈസ് കുതിർക്കാനൊന്നും സമയമില്ലാത്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് പ്രഷർ കുക്കറിലല്ല സാധാരണ പാനിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കുതിർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ലൊരു മയവും കിട്ടും. കുക്കറിലാകുമ്പോൾ അത് വലിയൊരു കുഴപ്പമുണ്ടാവില്ല. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കുതിർക്കുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒഴിച്ചിട്ടുള്ള ആ ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം തന്നെ മതിയാകും.
അരി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അടുത്ത വിസിൽ വരാൻ തുടങ്ങുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഗ്യാസ് ഓഫാക്കിയിടാം. എന്നിട്ട് അപ്പം തന്നെ കുക്കർ തുറന്ന് നോക്കരുത്. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോകുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യണം. 2-3 വിസിലൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താലുള്ള പ്രശ്നം വെച്ചാൽ ചോറ് ചിലപ്പോൾ കുക്കറിൻ്റെ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുഴുവൻ പ്രഷറും പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഫുൾ പ്രഷർ പോയതിന് ശേഷം തന്നെ തുറന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ടാവില്ല. ഇനി ഇതൊരു ഫോർക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറിനെ കിട്ടിയിട്ടുണ്ട്. കണ്ട അടിയിലൊന്നും പിടിക്കുന്ന ഒരു പ്രശ്നവും നമുക്കിതിന് വന്നിട്ടില്ല. ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് ആ ഒരു വേവാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വെന്തുടഞ്ഞിട്ടുമില്ല, ഒരുപാട് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ചോറ്. ഇനി ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് സോയ ചങ്ക്സ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കിയിടുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. ഗ്യാസ് കത്തിക്കേണ്ട കേട്ടോ. കത്തിച്ച് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഇതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 1-1.5 ടീസ്പൂണോ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മൾ സോയ ചങ്ക്സിന്. അപ്പോൾ ഇതിലേക്ക് ഇനി സോയ ചങ്ക്സ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 80 ഗ്രാം സോയ ചങ്ക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സോയ ചങ്ക്സ് ഒരു 10-20 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു സോയ ചങ്ക്സ് വേണമെങ്കിൽ 2-3 പീസാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ മുൻപ് സോയ ചങ്ക്സ് റെസിപ്പി ചെയ്ത സമയത്തൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അടിയിൽ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വേവേണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതി. പക്ഷേ ഞാനിവിടെ 2 വിസിൽ കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 2 വിസിൽ ഏകദേശം വന്ന് കഴിഞ്ഞ് ഞാൻ കുക്കറൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ സോയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല പാകം വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് വറവിട്ടെടുക്കുക. ഇതുപോലെ കഴിക്കണമെങ്കിൽ വെറുതെ കഴിക്കാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ എണ്ണയിൽ ആദ്യം ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് ഒരു കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ. ഇനി ഈ ഉള്ളി ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഇത്തിരി ഉള്ളി കടിക്കുന്ന പോലത്തെ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വഴന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി ഏകദേശം ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കളർ ഉണ്ടാവും, പക്ഷെ അധികം എരിവ് ഉണ്ടാവില്ല. ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു പച്ചമണം പൊടിയുടെ മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്നങ്ങ് ഫ്രൈ ആക്കുന്ന പോലെ ആക്കിയെടുക്കുക. ഫ്രൈ ആവില്ല, എന്നാലും ചെറിയൊരു റോസ്റ്റ് പോലെ. അപ്പോൾ ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ വേണം, ശരിക്കൊരു ഫ്രൈ ആയി കിട്ടുന്ന പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോരുത്തർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ആക്കിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി ചെറുതായിട്ട് റോസ്റ്റായി ഫ്രൈ ആയി വന്ന ആ ഒരു ടേസ്റ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് തന്നെ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ. ഇനി ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പച്ച ഉള്ളി കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതുപോലെ പച്ച ഉള്ളി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കുക, ഇത് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി, അല്ലാതെ വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ചോറ്, കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. സാധാരണ നമുക്കൊരു 10-15 മിനിറ്റ് തന്നെ മതി കേട്ടോ, കാരണം അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അതൊന്നങ്ങ് വഴറ്റുക, പ്രഷർ കുക്കറിലേക്ക് അരി ഇട്ട് വേവിച്ച് ആ ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു കുക്കർ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് സോയ ചങ്ക്സ് റെഡിയാക്കി എടുക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അത്ര തന്നെ മതി. കാരണം പ്രഷർ കുക്കറിൽ ചോറ് വെന്ത് കഴിഞ്ഞ് പിന്നെ വിസിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ലഞ്ച് തന്നെ റെഡിയാക്കി കിട്ടും. ഇതിൻ്റെ കൂടെ ശരിക്കും കഴിക്കാൻ വേറെ സൈഡ് വേണമെന്നൊന്നുമില്ല. ഒരു ഇത്തിരി അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തി, കുറച്ചൊരു തൈരോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. എന്നാൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ടേസ്റ്റിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് സോയ ചങ്ക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക കുറച്ച്. ശരിക്കും പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്കും രണ്ട് ആളുകൾക്കും ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടും. കാരണം സോയ ചങ്ക്സ് ഈ ഒരു രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് കുറച്ച് ഇഷ്ടപ്പെടും. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ തീരെ സമയമില്ല, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് റെഡിയാക്കണം അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകുന്നവർക്ക് പെട്ടെന്ന് റെഡിയാക്കണമെന്ന് ഒക്കെ തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റൈസുമാണ്, അതുപോലെ തന്നെ ആ ഒരു സോയ ചങ്ക്സിൻ്റെ ആ ഒരു ഫ്രൈയുമാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ലഞ്ച് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്